മൂന്നാം സ്ഥാനത്താണെങ്കിലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് മിന്നുന്ന പ്രകടനം. 2019 16% എന്ന BJPയുടെ വോട്ട് വിഹിതം 2024 28% അധികമായി വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും കടന്നു കയറാനും BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ഇടതു സ്ഥാനാർത്ഥി AM ആരിഫിന് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച വലിയ തിരിച്ചടിയായി. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും കഴിഞ്ഞ തവണത്തെ വോട്ട് നേടാൻ ഇടതു സ്ഥാനാർത്ഥിക്കായില്ല. ശോഭാ സുരേന്ദ്രനാകട്ടെ കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എല്ലായിടത്തും നേടി. ഹരിപ്പാട് ഇടതു സ്ഥാനാർത്ഥിയേക്കാൾ 5352 വോട്ടിന്റെ ലീഡാണ് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേടിയത്. CPMന്റെ ഉറച്ച കോട്ടയായ കായംകുളത്ത് 755 വോട്ടിന്റെ ഭൂരിപക്ഷവും നേടി. കരുനാഗപ്പള്ളിയിൽ AM ആരിഫിന് ശോഭാ സുരേന്ദ്രനേക്കാൾ 191 വോട്ടും അമ്പലപ്പുഴയിൽ വെറും 110 വോട്ട് മാത്രമാണ് കൂടുതൽ നേടാനായത്. പലയിടത്തും പാർട്ടി വോട്ടുകൾ ചോർന്നതായി ഇടതു സ്ഥാനാർത്ഥി തന്നെ സമ്മതിക്കുന്നു. അരൂരിലും ചേർത്തലയിലും ആലപ്പുഴയിലും മാത്രമാണ് ആരിഫിന് ലീഡ് ഉയർത്താൻ കഴിഞ്ഞത്. 14 റൗണ്ടിൽ 5 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ മറികടന്നു. CPMന്റെയും കോൺഗ്രസിന്റെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞു എന്നതും ശോഭാ സുരേന്ദ്രന് ഗുണകരമായി. തീരദേശങ്ങളിലും ഗണ്യമായ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകളാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് ഉയർത്താൻ ഇടതു സ്ഥാനാർത്ഥിക്ക് കഴിയാതെ പോയത്. 2019 16% നിന്നും 2024 28% വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നത് ആലപ്പുഴയിൽ BJPക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജനം, ആലപ്പുഴ.